അതെ, ഇന്ന് നാടൻ രീതിയിലുള്ള ഒരു ചിക്കൻ കറി ഉണ്ടാക്കിയാലോ? വളരെ ടേസ്റ്റി ആയിട്ടുള്ള, പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയ നല്ല കുറുകിയ ചാറോട് കൂടിയുള്ള ഒരു ചിക്കൻ കറിയാണിത്. ഇതിനായി ഒരു 3/4 കിലോ അളവിൽ ചിക്കൻ ചെറിയ പീസാക്കി എടുത്തിട്ടുണ്ട്. ഒരു 3 സവോള ചെറുതായി അരിഞ്ഞതും, ഒരു വലിയൊരു തക്കാളി ചെറുതായി അരിഞ്ഞത്, 2 പച്ചമുളക്, ആവശ്യത്തിന് കറിവേപ്പില, ഒരു വലിയൊരു കഷ്ണം ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചതാണിത്. ഇനി ആവശ്യമായ പൊടികൾ: 1.5 ടേബിൾ സ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടി, 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി ഒരു പാൻ വെച്ച് പാൻ ചൂടായി കഴിയുമ്പോൾ അതിൽ 3 ടീസ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് അരിഞ്ഞു വെച്ച സവോള ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഒരല്പം ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഒരു ബ്രൗൺ കളറാകുന്നത് വരെ ഇത് വഴറ്റണം. ഇപ്പോൾ ഇതങ്ങനെ ആയി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കറിവേപ്പിലയും കൂടി ഇട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ആ വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അരിഞ്ഞു വെച്ച തക്കാളിയും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്നും കൂടെ ഇളക്കാം. ഈ തക്കാളി ഒന്ന് ഉടഞ്ഞു കിട്ടുന്നതിന് വേണ്ടി തീ സിമ്മിൽ വെച്ച് ഒരു 2 മിനിറ്റ് നമുക്കൊന്ന് വേവിക്കാം. ഇപ്പോൾ തക്കാളി എല്ലാം നല്ലതുപോലെ വെന്തുടഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് മഞ്ഞൾപ്പൊടി, ഗരം മസാല, മുളക് പൊടി, മല്ലിപ്പൊടി ഇവ ചേർത്ത് തീ സിമ്മിൽ വെച്ച് തന്നെ ഇതൊന്ന് നല്ലതുപോലെ ഒന്ന് ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി അതിലേക്ക് ചിക്കൻ്റെ പീസും കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു 3/4 കപ്പ് അളവിൽ വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് ഇളക്കി മസാല എല്ലാ ഭാഗത്തും ആകത്തക്ക രീതിയിൽ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിക്കാം. ഇപ്പോൾ ഇത് നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്നും കൂടെ ഇളക്കി ചെറിയ തീയിൽ വെച്ച് നമുക്ക് ചിക്കൻ വേവിച്ചെടുക്കാം. ഇപ്പോൾ ചിക്കൻ്റെ കറിയിലെ എണ്ണയെല്ലാം തെളിഞ്ഞ് നല്ല കഷ്ണമെല്ലാം വെന്ത് നല്ല പാകമായി വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റോട് കൂടിയിട്ടുള്ള ഒരു നാടൻ ചിക്കൻ കറിയാണിത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. Thank you.